ധ്യാനം കൂടി നന്നായി തിരിച്ചു വന്ന ഒരു അമ്മയും മോനും കൂടെ തീരുമാനമെടുത്തു, എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാനാണ്. ഒപ്പം വേറൊരു തീരുമാനവും കൂടി എടുത്തു, വചനം മാത്രം പറയുള്ളൂ. അപ്പം ധ്യാനത്തിന് പോയിട്ടില്ല, പള്ളിയിൽ പോകാനും തീരുമാനിച്ചിട്ടില്ല. അപ്പം ചോറ് ചോദിക്കുമ്പോൾ കൊടുക്കൂല. കാരണം എന്താണ്? വചനമല്ലല്ല ചെക്കൻ പറയണം. വചനമാണ് അച്ഛൻ, ഞങ്ങൾ വചനം മാത്രം പറയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും മോനും കൂടി ഓരോ വചനം പലതും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വചനം കണ്ടുപിടിച്ച് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഇവരുടെ അടുത്തേക്കാണ് തീരുമാനം എന്ന് വെച്ചാൽ, രാവിലെ പള്ളിയിൽ പോവും. 2 കുർബാന ഉണ്ട് രാവിലെ ആ പള്ളിയിൽ. അമ്മ ആദ്യത്തെ കുർബാനയ്ക്ക് പോവും, 2ാമത്തെ കുർബാനയ്ക്ക് അവർ റോഡരികിൽ വെച്ച് കണ്ടുമുട്ടും. അപ്പോൾ അമ്മ വീട്ടിൽക്കും മോൻ പള്ളിയിൽക്കും. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോവും. ഒരു ദിവസം നോക്കിയപ്പം മോനെ കാണുന്നില്ല. സമയത്തി വീട്ടിൽ വന്നപ്പോഴും മോനെ കാണുന്നില്ല. തുറന്നു നോക്കിയപ്പോൾ വളരെ സുന്ദരമായിട്ട് കിടന്നുറങ്ങാം. 2 തെറി പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുമോ? എന്താണ്? ആ വചനം മാത്രമേ പറയാൻ പാടുള്ളൂ. എന്നാലും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വേഗം ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ മുകളിലൊഴിക്കുക. അപ്പോൾ ഇങ്ങനെ തണുപ്പാങ്കാലത്ത് വെള്ളം വീണതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട്. ഈ കുഞ്ഞ് തുണി മാറ്റി, പുതപ്പ് മാറ്റി അമ്മയെ നോക്കി. അപ്പോൾ അമ്മ വളരെ സ്നേഹത്തോടു കൂടെ, മകനെ നീ നിൻ്റെ കിടക്കയും എടുത്ത് നടക്കാൻ പറയും. വചനമാണല്ലോ, എന്തെങ്കിലും പറയണ്ടേ? അപ്പോൾ അത് കിട്ടി. രാവിലെ കൊച്ചുവെളുപ്പാങ്കാലത്ത് വെള്ളം ഒഴിച്ചത് മാത്രമല്ല, ഇതും കൂടി പറഞ്ഞപ്പോൾ മോന് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല എന്തായിപ്പോയി. അവസാനം പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയായിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും കിടന്നുറങ്ങാം. പ്രിയമുള്ളവരെ, 2 പേരും പറഞ്ഞത് വചനോ, ഒരു തെറ്റുമില്ല അതിനകത്ത്. പക്ഷേ അത് ദൈവവചനമാണെന്ന്, ദൈവവചനമാണല്ലേ? ദൈവവചനമാണ്. പക്ഷെ അത് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നല്ല വീണത്, മറിച്ച് പിശാചിൻ്റെ അധരത്തിൽ നിന്നാണ് വീണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വചനം പറയാൻ എളുപ്പമാണ്, പക്ഷെ വചനം ജീവിക്കാൻ പാടാം. എല്ലാ ദിവസവും കുടിച്ച് വീട്ടിൽ കയറി വരുന്ന അപ്പനെ നോക്കി 5 വയസ്സുള്ളവൻ ചങ്കിൽ കൊള്ളുന്ന രീതിയിൽ പറഞ്ഞു, അപ്പ എന്നെങ്കിലും ഒരു ദിവസം അപ്പന് കുടിക്കാതെ വന്നൂടെ? അത് വചനത്തിലില്ല, പക്ഷെ അത് ദൈവവചന. അതാണ് വചനത്തിൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത്. അതാ നമ്മൾ ഒരു ബൊഫെ വെച്ചേക്കുന്നത് പോലെയാണ് ബൈബിള്. ചിലർ ബൈബിൾ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് ഇതാണ് എനിക്ക് കിട്ടിയേക്കണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ നോക്കും. വേണ്ട കേട്ടോ, ബൈബിൾ എന്ന് പറയുന്നത് ഒരു ബൊഫയാണ്. അതിങ്ങനെ കണ്ണടച്ച് തുറക്കും, ഇത് ശരിയായില്ല, അടക്കും, വീണ്ടും ഒരെണ്ണോടി തുറക്കും. സുവിശേഷ പെട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വീട്ടിലുണ്ടാ? അതെന്തിനു വേണ്ടിയിട്ടാണത്? പുറത്തേക്ക് പോകുമ്പോൾ ഒരെണ്ണോട് കുഴപ്പമില്ലല്ലോ, ഓക്കെ. പ്രിയമുള്ളവരെ, അത് ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കും. വചനം എന്ന് പറയുന്നത്, സുവിശേഷപ്പെട്ടി എന്തിനു വേണ്ടിയിട്ടാണെന്ന് അത് ഉണ്ടാക്കിയവൻ ഉദ്ദേശിച്ചതല്ല ഇപ്പോൾ നടക്കണത്. അത് 99% ട്രാൻസ്പെറൻറ്റ് ബോക്സിലായിരിക്കും. ആ ട്രാൻസ്പെറൻറ്റ് ബോക്സിലാക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഒരു വചനം എടുക്കുക, അത് നേരെ അതിൻ്റെ മുകളിലിടുക, അടച്ചു വെക്കുക, ഇങ്ങനെ നോക്കുമ്പോൾ അത് വായിക്കാൻ പറ്റും. അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും അത് വായിക്കും. ഒരു ദിവസം ഒരു വചനം ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഇതാണ് ദൈവം നിന്നോട് പറയുന്നത്. യൂദാസ് കെട്ടിത്തൂങ്ങി ചത്തു, വചനമല്ലേ? അപ്പോൾ അതാണ് കിട്ടിയേക്കണ. എടുത്തപ്പോൾ ഇതായിരിക്കൂല, അടച്ചു. എന്നിട്ട് വീണ്ടും തുറന്നപ്പോൾ നീയും പോയി അതുപോലെ ചെയ്യാം. അപ്പം ഇതേ കിടക്കണം എന്ന് പറയും. പിന്നെ ഈ വചനം എന്ന് പറയുന്നത് അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് അത് വായിക്കാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. വചനം പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, വചനം ഉദ്ധരിച്ചുകൊണ്ട്, ഇതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്,
ആ പറയുന്ന വ്യക്തിക്ക് ബോധ്യം ഉണ്ടാവണം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 73 പുസ്തകങ്ങളിലെ ഓരോ വചനവും ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടെങ്കിൽ അവനത് പറയാൻ പറ്റും. എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ജീവിക്കുന്നവനല്ല. അതുകൊണ്ട് വചനത്തെ എനിക്ക് ദഹിക്കാവുന്ന രീതിയിൽ അതിനെ മാറ്റി ആ വചനത്തെ വായിക്കാനായിട്ട് നമുക്ക് പറ്റണമെന്നാണ് പറയുന്നത്. അതിന് ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, ഈശോ ഒരുത്തൻ്റെ വീട്ടിൽ കയറി ആ വീടും അടിമുടി നശിപ്പിച്ച ഒരു സംഭവം വചനത്തിലുണ്ട്. ഏതാണെന്നറിയോ? പറഞ്ഞോ? സക്കേവൂസ്. എന്ത് സ്വസ്ഥമായിട്ട് ജീവിച്ചാണല്ലേ അവൻ. എന്തൊരു കാശുണ്ടായാണെന്നറിയാമോ? ആ മനുഷ്യൻ ആ വീട്ടിൽ കയറിയിട്ട് കാശും പോയി, സമാധാനവും പോയി, സ്വസ്ഥതയും പോയി. എന്താണ് ആ വചനത്തിലൂടെ? അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട് വെഞ്ചിരിക്കാൻ നേരത്ത് ഞങ്ങൾ ആ വചനം വായിക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, കർത്താവേ, നല്ലൊരു വീടൊക്കെ മടന്നിട്ട് അതിനകത്ത് എഴുതിയേക്കണത് എന്താണ്? അവൻ്റെ സ്വത്ത് പകുതി കൊടുത്ത് പിന്നെ വഞ്ചിച്ചെടു. എന്തായാലും ചെറിയൊരു കള്ളത്തരം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെന്നോ, എൻ്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ വിശുദ്ധരാണായതുകൊണ്ട് എനിക്കറിയാൻ പറ്റത്തില്ല. ഇച്ചിരി കള്ളത്തരമൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അത് പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അതിൽ പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ പറ്റുന്നത് ഒരിക്കൽ ഈ കപടമായ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് മാറി നിൽക്കും. അന്നാണ് എനിക്ക് പൂർണ്ണമായിട്ടും പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഞാനിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ അത് മാറ്റിക്കളയും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് വള്ളിയോ പുള്ളിയോ ചേർക്കാൻ പാടില്ലെന്ന്. അത് ചേർക്കാൻ പാടില്ലെന്നല്ല പറഞ്ഞേക്കണത്, അത് ചേർത്തിട്ട് വേറൊരാൾ വിളമ്പാൻ നിൽക്കരുത്. അത് നീ വായിച്ചു. അതായത് നമുക്ക് ആട്ടിടേൻ്റെ ഉപമയൊക്കെ നമുക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? പ്രിയമുള്ളവർ, ആട്ടിടേന ആടുകളുടെ മുന്നിലൂടെയാണ് പിന്നിലൂടെയാണ് പോണ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. നമ്മളാകെ കണ്ടേക്കണ കൊല്ലം കൊണ്ടുപോണ കാളുടെ പിന്നാലെ, പശുവിൻ്റെ പിന്നാലെ പോണ അറവുകാരനെയാണ്. അവൻ പിന്നിലൂടെയാണോ മുന്നിലൂടെയാണോ പോണ? അവൻ പിന്നിലൂടെ പോണ. പക്ഷേ ഈ ആട്ടിടേൻ്റെ അതായത് സ്വരം ശ്രവിക്കുന്ന, അതായത് ആട്ടിടേൻ്റെ ശബ്ദം കേട്ടാൽ ആടിനെ തിരിച്ചറിയാം. ആടുകളുടെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. അതായത് ഒരു ഇൻറ്റിമസി ആടുകളോടുള്ള ഒരു ആട്ടിടേനെ പറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അത് വളരെ വ്യക്തമായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമിൽ അവതരിപ്പിക്കുന്നുണ്ട്. RRR കണ്ടിട്ടുണ്ടോ? അത് RRന്നോ അങ്ങനെ പടം ഇല്ലേ? നിങ്ങൾ പടമൊന്നും കാണാത്തവരാണ്. ദൈവമേ, അതായത് ഞാൻ പറഞ്ഞു, ഓരോ ദിവസം ചെറുതോറും ഞാൻ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആട്ടിടേൻ്റെ ഒരു ഫീല് കാണിക്കുന്നുണ്ട്. ആ ഇടയക്കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ ആ കുട്ടിയെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവൻ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആട്ടിൻകൂട്ടത്തിൻ്റെ ആ ഒരു ഉപമ, കാണാതായ ആടിൻ്റെ ഉപമ ഞാൻ ഇത്ര മനോഹരമായിട്ട് ഒരു ചിത്രത്തിലൂടെ അവതരിക്കപ്പെടുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, അതാണ് ആട്ടിടേൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. എനിക്കെല്ലാവരെയും അറിയാം, എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ എല്ലാവരെയും അറിയാം. അവൻ്റെ ബർത്ത്ഡേ അറിയാം, അവൻ്റെ മാമോദീസ അറിയാം, അവൻ്റെ വെഡിങ് ആനിവേഴ്സറി അറിയാം. എല്ലാം അറിയാവുന്ന കൃത്യമായ ഒരു ഭാവത്തോടു കൂടെയുള്ള ഒരു ആട്ടിടേനാണ്. അത് ഈശോ അവതരിപ്പിക്കുന്നത് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാമെന്നേ അവർക്ക്. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മളുടെ മുമ്പിൽ ഈശോ അവതരിപ്പിക്കുമ്പോൾ അത് മാറ്റിയെടുക്കുമെന്നാണ് പറയും. ഓരോ കാര്യങ്ങളും ഈശോ അവതരിപ്പിക്കുന്നത് അത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് വായിച്ചു കേട്ട വചനത്തെ നമ്മൾ ഒന്ന് മുറിച്ചു വായിക്കാൻ തീരുമാനിക്കും, അല്ലേ? ആദ്യത്തെ വചനം ഒന്ന് വായിക്കാം. ഈ ഫസ്റ്റ് നമ്മൾ വായിച്ച വചനത്തിൻ്റെ എന്താണത്? ഈശോ ജെറീക്കോയുടെ പ്രത്യേകത എന്താ? ജെറീക്കോ എന്ന് പറയുന്ന ഒരു ചന്തസ്ഥലമാണ്, മാർക്കറ്റിൽ എന്താ ഉണ്ടാവുക? എല്ലാവിധ കൊള്ളരുതായ്മകളും ഉണ്ടാവും. അതായത് അസ്വസ്ഥത, കളവ്, ചതി, വഞ്ചന ഇവയൊക്കെയുള്ള
ഒരു പ്രദേശത്ത് വന്ന് അതിലൂടെ അവിടെ നിൽക്കുകയാണോ ഈശോ? ഇല്ല, അതിലൂടെ കടന്നു പോവുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇതൊന്ന് തിരിച്ചു വായിക്കണം നമുക്ക്. ആരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, അസ്വസ്ഥതകളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, കള്ളമുണ്ടോ, ചതിയുണ്ടോ, അങ്ങനെ ഉള്ളവരുടെ ജീവിതത്തെ പറ്റി ഈശോ പറയുന്ന ഒരു കാര്യം, അങ്ങനെ ഉള്ള നീ ജീവിക്കുന്ന നിന്റെ നാട്ടിൽ ഞാൻ പ്രവേശിച്ച് നിന്റെ വീടിൻ്റെ അടുത്തുകൂടെ ഞാനിങ്ങനെ നടന്നു പോവായിരുന്നു. ഞാനത് വായിക്കുമ്പോൾ ഞാൻ വായിക്കാൻ പോണത് ഇങ്ങനെയാണ്: ഈശോ ഗോതുരുത്ത് എന്ന സ്ഥലത്ത് വന്ന് ഗോതുരുത്തിൻ്റെ ഇടവഴിയിലൂടെ, എൻ്റെ വീടിൻ്റെ ഉമ്മറത്തുള്ള ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. അങ്ങനെ നമ്മൾ വചനം വായിക്കണമെന്നാണ് പറയുന്നത്. ഈ വചനം എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. അത് ജെറീക്കോ അതുകൊണ്ടാണ് ജെറീക്കോ എന്ന് തന്നെ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ, പ്രശ്നങ്ങളുള്ള, ബുദ്ധിമുട്ടുള്ള, കഷ്ടപ്പാടുള്ള, ഒരുപാട് അസ്വസ്ഥതകളുള്ള ഒരു സ്ഥലത്തെ ഈശോ നമ്മളുടെ മുമ്പിൽ ജെറീക്കോ എന്ന പേരിട്ട് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? ഈ ജെറീക്കോയിലൂടെ പോയി വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരുത്തനെ കുറച്ച് പേര് കൂടെ അടിച്ച് കൊല്ലാറാക്കിയത് എവിടെ വെച്ചാണ്? അവനെവിടെ പോയായിരുന്നു? ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിൽക്ക. അതായത് ദൈവിക സന്നിധിയിൽ നിന്ന് ആ ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ. അപ്പോൾ ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന എന്നെ പറ്റിയാണ് ഈ വചനത്തിൽ ഈശോ പറയുന്നത് എന്ന് നമുക്ക് വിശ്വസിച്ച് വായിക്കാൻ പറ്റണം. അടുത്ത വചനം നമുക്ക് വായിക്കാം. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ളത് ഒരു രക്തസ്രാവക്കാരി സ്ത്രീ, ഒരു തളർവാദ രോഗി, ഒരു കുഷ്ഠരോഗി, ഒരു മഹോദര രോഗി, അങ്ങനെ മുടന്തൻ, ചെകിടൻ, പൊട്ടൻ, അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുള്ളൂ. വല്ലതിന് പേരുണ്ടാ? വളരെ കുറച്ചേ പേരുള്ളൂ. അങ്ങനെ ഒരു പേരുള്ള ഒരു മനുഷ്യനെ നമ്മുടെ മുമ്പിൽ ഈശോ അവതരിപ്പിച്ചിരിക്കുകയാണ്. പേര് മാത്രമാണ് അവതരിപ്പിച്ചത്. അടുത്ത വചനം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാകും. അടുത്ത വചനത്തിൽ എന്താ വായിച്ചേക്കണത്? അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അടുത്തതും കൂടിയിട്ടെ, അവൻ ചുങ്കക്കാരിൽ പ്രധാനനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, വീട്ടിൽ ഒരു പ്രായമായ, അതായത് വിവാഹപ്രായമായ ഒരു പയ്യനോ പയ്യത്തിയോ ഉണ്ടെങ്കിൽ ഒരു ബയോഡേറ്റ കൊടുക്കുന്ന അവന്, അല്ലേ? ആ ബയോഡേറ്റയിൽ എന്തൊക്കെ ഉണ്ടാവും? പേരുണ്ടാവും, പിന്നെ ജോലി ഉണ്ടാവും, പിന്നെ പൊക്കം ഉണ്ടാവും, പിന്നെ അതായത് അത്യാവശ്യം നല്ലൊരു CV ആണ് ഇപ്പോൾ വായിച്ചത് നമ്മൾ. സക്കേവൂസ് 3 അടി 2 ഇഞ്ച് പൊക്കം. ജോലി എന്തായിരുന്നു അവൻ്റെ? അത് ഇങ്ങനെ പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഇല്ല. ഇത് ഗമേ പറ. ടാക്സ് കളക്ടറും ഗമ പോരാ, കുറച്ചുകൂടി ഗമയില് ഇൻകം ടാക്സ് ഓഫീസർ. ഇപ്പൊ ഒരു ഗമ വന്നില്ലേ? അവിടെയാണ് ഗമ. ഇത് പറയുമ്പോ ഒരു നമ്മ ഇൻകം ടാക്സ് ഇത് നല്ല ജോലിയാണെന്ന് പറയാം. അതാണ് നമ്മൾ വെറുതെ ഇങ്ങനെ പുച്ഛിച്ച് ചുങ്കക്കാരൻ. ഈ കാലഘട്ടത്തിൽ വായിക്കണം. ഇൻകം ടാക്സ് ഓഫീസറാണ്, പ്രധാനിയാണ്. അതായത് ടോപ്പിൽ നിൽക്കണേ, ഗസറ്റഡ് ഓഫീസറാണ്. സാധാരണ പോയി എടാ കാശ് കൊടുക്കടാ അങ്ങനെയല്ല, ഗസറ്റഡ് റാങ്കിൽ നിൽക്കണവനാണ്. അതാണ് പ്രിയമുള്ളവരെ സക്കേവൂസ്. 3 അടി 2 ഇഞ്ച് പൊക്കം, ഇൻകം ടാക്സ് ഓഫീസർ, എ വെൽത്തി മാൻ. കല്യാണം ആലോചിക്കൂലേ അമ്മ? ആലോചിച്ചു. ആ ഒരു മനുഷ്യനാണ് ഇവിടെ ഒരു മെനകെട്ടവനായിട്ട് അവതരിപ്പിച്ചേക്കാണ്. അവന് ആരെ കാണാൻ ആഗ്രഹം ഉണ്ടായി? പെണ്ണ് കാണാൻ പോവാ ചക്കൻ. അതിനു മുമ്പ് എൻ്റെ പൊന്ന് കർത്താവെ കല്യാണം നടക്കണില്ല. ഇവന് ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ള.
ഈശോയെ കാണാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. അടുത്തത് കൂടെ നമുക്കൊന്ന് വായിക്കാം. ഈശോയെ കാണാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്ത് ചെയ്തവൻ? പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്ന് കൊണ്ട് അത് സാധ്യമായി. ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, പൊക്കം കുറവായതുകൊണ്ട് കാഴ്ച കുറയോ? ഇല്ല. പ്രിയമുള്ളവരെ, ഇതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. 7 മണിക്ക് കുർബാനയാണെങ്കിൽ എത്ര മണിക്ക് വരണം? നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ ക്യൂ നിന്നിട്ടാണ് കയറണത്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഈ ക്യൂ ഇല്ല, അവിടെ ക്യൂ ഇല്ല, QR കോഡും ഇല്ല. അവിടെ ഇതേപോലെ പോകുന്നുണ്ടോ നാട്ടിൽ ചെല്ലുമ്പോൾ? നാട്ടിൽ അവർ എപ്പോഴും കിട്ടണമല്ല അച്ഛാ, അല്ലേ? എല്ലാ ദിവസവും ബിരിയാണി കിട്ടുമ്പോൾ ഒരു സുഖമില്ല. നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ മഹത്വം നമ്മൾ അത് നഷ്ടപ്പെടുത്തരുത്. അതെന്നും പിടിച്ചിരിക്കണമെന്നാണ്. അത് കുറച്ച് സമയത്തേക്ക് മാത്രമല്ല, എന്നും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണമെന്നേ. അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എവിടെ ക്രിസ്തുവിനെ കാണാനായിട്ട് ഞാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഒരുപാട് പോരായ്മകളുണ്ട്. പ്രിയമുള്ളവരെ, പൊക്കം കുറവ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കാണാനുള്ളൊരു തടസ്സമായിട്ട് മാത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അല്ലാതെ അവന് ശാരീരികമായിട്ട് 3 അടി 2 ഇഞ്ച് പൊക്കമുള്ളൂ എന്നല്ല പറയുന്നത്. ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവന് ഈശോയെ കാണാൻ പറ്റിയിരുന്നില്ല. കാരണം തൻ്റെ കൂടെയുള്ളവരൊക്കെ വലുപ്പമുള്ളവരായിരുന്നു, തൻ്റെ കൂടെയുള്ളവരൊക്കെ യോഗ്യതയുള്ളവരായിരുന്നു. അതുകൊണ്ട് ആ യോഗ്യതയുള്ളവരുടെ അടുത്ത് പോയി നിന്ന് അയോഗ്യനായ അവന് നിൽക്കാനൊരു നാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഓടിക്കളഞ്ഞു. ഒറ്റോട്ടമാണ് ഓടിയത്. അവൻ മുമ്പേ ഓടി. അവിടെ കയറി. അതെ, അവൻ യേശുവിനെ കാണാൻ അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും കൂടെ, ഇൻകം ടാക്സ് ഓഫീസറാണ്, പ്രധാനിയാണ്, ഗസറ്റഡ് ഓഫീസറാണ്, നല്ല ശമ്പളമുള്ളവനാണ്, നല്ല ധനികനാണ്, സോഷ്യലി വെൽ സ്റ്റാറ്റസ്, ഇൻ്റലക്ച്വലി വെൽ സ്റ്റാറ്റസ്, എക്കണോമിക്കലി, അതായത് എണ്ണം പറഞ്ഞ ഒരു മനുഷ്യൻ. അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ എന്താ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ. ഇവിടെ ബിഷപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരെയാണ്. നമ്മുടെ വികാരിച്ചൻ വരാൻ വൈകുന്നതുകൊണ്ട് അടുത്തുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് മുകളിൽ പിതാവേ നമ്മൾ ചിരിച്ച് അവനെ അവിടെ വലിച്ചു താഴ്ത്തേക്കിടും. അതേപോലെയാണ് സംഭവിച്ചേക്കണത്. ഇത്ര ആളുകളുടെ മുമ്പിലൂടെ അവൻ അതൊന്നും ഗവനിക്കാതെ അവൻ എന്ത് ചെയ്തു? വലിഞ്ഞ അതിൻ്റെ മുകളിൽ കയറി. പ്രിയമുള്ള, മരത്തിൽ കയറിയിട്ടുണ്ടോ നിങ്ങൾ? കയറി കുറച്ച് പേരെ ഇങ്ങനെ കയറിയിട്ടുണ്ടാവും. പൊക്കം കുറവായവനും മരത്തിൽ കയറാൻ എന്ത് പാടായിരിക്കുമല്ലേ? ഒരു കണക്കിന് അവൻ അണ്ണൻ വലിഞ്ഞ അതിൻ്റെ മുകളിൽ കയറിയിരിക്കണേ. മുകളിൽ കയറി എന്നിട്ട് അവൻ ചെയ്തെന്താണ്? അവൻ ഈശോയെ കാണണം എന്നൊരു ആഗ്രഹത്തോടുകൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കണേണ്. അപ്പോഴാണ് ഈശോ ഇങ്ങനെ നടന്നു വരികയാണ്. കുറച്ചുകൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ ഇതിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റണല്ലോ, നമ്മൾ വലിഞ്ഞു കയറി ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പിതാവ് ഇങ്ങനെ നടന്നു. അടുത്ത് വരും തോറും നമ്മുടെ ഹാർട്ട് ബീറ്റ് ടപ്പ നീട്ടി കൂടുതലിടിക്കും. ബീറ്റ് കൂടുതലായി പരിശുദ്ധാവ് തൊട്ടടുത്ത് വന്നേക്കാം. എന്നിട്ട് മുകളിലോട്ട് നോക്കിയാൽ എന്നെ ഞാനാണെങ്കിൽ അപ്പം ആഴ്ത്തോളൂ. പ്രിയമുള്ളവരെ, ഈശോയുടെ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമുണ്ട്. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ, യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സഖ്യവോസ് വേഗം ഇറങ്ങി വരാ, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. എന്നിട്ടും ഈശോ അവനെ പേര് ചൊല്ലി വിളിച്ചു. അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ്. അവർ തമ്മിൽ നേരത്തെ പരിചയമില്ല, അവർ തമ്മിൽ നേരത്തെ കണ്ടിട്ടില്ല, അവർ തമ്മിൽ നേരത്തെ സംസാരിച്ചിട്ടില്ല. എന്നിട്ടും ഈശോ സഖ്യവോസ് ഇരുന്ന മരത്തിൻ്റെ താഴത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോനെ സഖ്യവോസേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ആ സമയത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പോണോ?